ഹൈന്ദവ ഐക്യ നീക്കം നടക്കുകയാണോ? അത്തരത്തിൽ ഉള്ള ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ അതിനുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കാൻ കാരണം? അത് ഹിന്ദു പരിവാർ സംഘടനകൾ വളരെ കുറേ നാളുകളായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. അതായത് ഈ ജാതി സംഘടനകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഐക്യമുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, ദുഷ്കരമാണ്. അത് നമ്മളിപ്പോൾ അവസാനം കണ്ടതാണ് ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമായുള്ള ഐക്യ ചർച്ചയുടെ പരാജയം. ഇത് കാലാകാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു 75 വർഷമായിട്ട് തുടരുന്ന പദ്ധതിയാണ്. മന്നോ ആർശങ്കറിൽ തുടങ്ങി ഇപ്പം വെള്ളാപ്പള്ളി നടേശനിലും സുകുമാരൻ നായരിലും വന്ന് അവസാനിച്ചിരിക്കുന്ന നിരന്തര പരാജയങ്ങൾ, 75 വർഷത്തെ നിരന്തര പരാജയമാണ് ഈ ഹിന്ദു ഐക്യം എന്ന് പറയുന്നതിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രമുഖ ജാതി വിഭാഗങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഹിന്ദു ഐക്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് സംഘടനകൾ പലരും ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല, രാഷ്ട്രീയ സംഘടനകൾ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നത് പിണറായി വിജയൻ വരെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. വെള്ളാപ്പള്ളി നടേശന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടും സുകുമാരൻ നായർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടും ഇതിങ്ങനെ ഒരു മാറ്റം വരണം എന്ന് ശ്രമിച്ചുകൊണ്ട് നടന്നിട്ട് പോലും അത് പൊളിഞ്ഞു പോകുന്നു. അത് പൊളിഞ്ഞു പോകുന്നതല്ല, പൊളിക്കുന്നതാണ്. അപ്പം അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരു പ്രായോഗികമല്ല. 75 വർഷം നടത്തിയ പരീക്ഷണം ഇനിയും നടത്തിക്കൊണ്ട് പോകുന്നത് ഒട്ടും പ്രായോഗികമല്ല എന്ന് സംഘപരിവാർ സംഘടനകളിൽ തന്നെ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ പ്രധാനമായും അവർക്കിപ്പോൾ തന്നെ ഒരു ബേസ് ഉണ്ട്. അതായത് നല്ല രീതിയിലുള്ള ഒരു നായർ വിഭാഗം അവരോടൊപ്പം ഉണ്ട്. അടുത്ത കാലത്തായിട്ട് ഈഴവ വിഭാഗവും അവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. പിന്നോക്കക്കാരിൽ വലിയൊരു വിഭാഗം അവരോടൊപ്പം ഉണ്ട്. ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു ഹിന്ദു സമാജം, ഒരു ഹിന്ദു സേവാ സമാജം, അത് RSSന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ജാതിപരമായ പല പ്രശ്നങ്ങളും അതൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ, അതുപോലെ പൊളിറ്റിക്കലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഡയറക്റ്റായിട്ട് മറ്റ് സമുദായ സംഘടനകൾ സംസാരിക്കുന്നതിന് ഹിന്ദുവിനൊരു ഐക്യവേദി വേണം. ആ ഐക്യവേദി അങ്ങനെ രൂപീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇത് കേരളം പോലൊരു സംസ്ഥാനത്ത് അത് എത്രത്തോളം ഭൂഷണമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ സംഘടിക്കുക എന്ന് പറയുന്നത്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുക എന്ന് പറയുന്നത്, അത് ഭൂഷണമാകുന്നത് ഇപ്പോഴാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുന്നതിന് മുസ്ലിമിന് കഴിയുന്നു, ക്രിസ്ത്യാനിക്ക് കഴിയുന്നു. BJP പലപ്പോഴും ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, മൈനോറിറ്റി ഔട്ട്റീച്ചൊക്കെ നടത്തുമ്പോൾ അവർ കേക്കും എടുത്ത് ദൂരെ കളഞ്ഞിച്ച് ഓടിപ്പോകുന്നതല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ അത് വരുമ്പോൾ അപ്പോൾ ഇനി എവിടെയാണ് പ്രശ്നം നിൽക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ ഇടയിലാണ് പ്രശ്നമെന്നാണ് ഹിന്ദു സംഘടനകളിൽ പലരും വിശ്വസിക്കുന്നത്. നമുക്ക് ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പം നായർക്കും ഈഴവർക്കും ഇടയിൽ ഒരു ഐക്യമുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. നടക്കാത്തതിൻ്റെ പ്രധാന കാരണം അതിനകത്ത് വേറെ ഇൻവോൾവ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ്. ആ ഇൻവോൾവ്മെൻറ്റാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ പൊളിക്കുന്നത്. അപ്പോൾ ഒരു ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം. ആ കൂട്ടായ്മ ഉണ്ടാവണമെങ്കിൽ അതിന് സാമുദായികമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. ആ സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ നായരിൽ നിന്ന് ഇപ്പോൾ കൂടെ നിൽക്കുന്ന ചില പ്രമുഖർ, ഇഴവരിൽ നിന്ന് നിൽക്കുന്ന ചില പ്രമുഖർ, പിന്നോക്കക്കാരിൽ നിൽക്കുന്ന ചില പ്രമുഖരെ ചേർത്തുകൊണ്ട് അവരൊക്കെ ജാതി പറഞ്ഞുകൊണ്ട് NSS, SNDPയും KPMS ഒക്കെ പോകട്ടെ, അവരുടെ കാര്യങ്ങൾ അത്തരത്തിൽ കൊണ്ടുവെക്കട്ടെ. പക്ഷേ പൊതുവായ ചില പ്രശ്നങ്ങളുണ്ട്, ഹിന്ദു അഭിമുഖീകരിക്കുന്ന പൊതുവായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ആര് അഡ്രസ്സ് ചെയ്യും? ആ അഡ്രസ്സ് ചെയ്യാനായിട്ടൊരു സംഘടന ആവശ്യമാണ്. മറ്റേതെങ്കിലും സംഘടനകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കും. ആ ചിത്രീകരിക്കാതെ ഇതിലേക്ക് പ്രമുഖർ ഉൾപ്പെടെ വരുന്ന ചില സമയങ്ങളിൽ ഇവരെല്ലാം ഒന്നിച്ചു കൂട്ടാൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വേദി, അത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അത് ഒട്ടേറെ സമുദായ വിഭാഗങ്ങളുണ്ട്. ഈ നായരും ഈഴവരും മാത്രമല്ല, രണ്ട് കൂട്ടർ, നായർ മുതൽ നായാടി വരെ വരണം. ഓക്കെ, ഈ രണ്ട് കൂട്ടരുടെ അല്ല, അതിനു മുന്നോടിയായി ഈ രണ്ട് കൂട്ടർ മാത്രം, രണ്ട് പാർട്ടികൾ മാത്രം ഒന്നിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഇത്രയേറെ എതിർപ്പുണ്ടായി, തകർക്കാനുള്ള നീക്കമുണ്ടായി, ചർച്ചകൾ നടന്നു, സംവാദങ്ങൾ നടന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഇത്രയേറെ വിഭാഗങ്ങൾ ഉള്ളവരെ ഒന്നിച്ച് കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇപ്പോൾ ഒരു സംഘടന NSS എന്ന് പറയുന്നത് നിൽക്കുന്നു, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നു, നിങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു, നിങ്ങളുടെ അപ്രമാദത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സംഘം അവരെ സമീപിക്കുകയാണ്. ഇത് പണ്ട് SNDP ആണ് സമീപിച്ചിരുന്നത്. നമ്മൾ രണ്ട് കൂട്ടരും സംവരണത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്.
ഞങ്ങൾക്ക് പിന്നെ ഇതിൽ പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ വലിയ കളിയുണ്ട്. ഇപ്പോഴത്തെ ഈ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ ഒരു ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഒരു മുസ്ലിം പിന്നെ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ട്. ആ പിന്തുണയാണ്, അത് ലീഗ് മാത്രമല്ല, മനസ്സിലല്ലേ, അതിലൊരു മുസ്ലിം പിന്നെ ഏകീകരണത്തിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെയായിട്ട് അവരെടുത്തിട്ടുണ്ട്. കാരണം ഈ കേരളത്തിൽ ഒരു കാരണവശാലും ഹിന്ദുക്കൾ യോജിക്കരുത്. ഹിന്ദുക്കൾ യോജിച്ചാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതിനെ അവർ കാലാകാലങ്ങളുണ്ടല്ലോ, ഒന്നുകിൽ ക്രിസ്ത്യാനിയെ കൂടെ പിടിക്കും, നമ്മളെല്ലാം മൈനോറിറ്റീസ്, അത് നമുക്ക് ഒന്നിച്ചിരിക്കണം. അല്ലെങ്കിൽ അവർ പിടിക്കുന്നത് SNDP പിടിച്ചിട്ട് നമ്മളെല്ലാം സംവരണത്തിൽ ഒന്നാണ്, സംവരണം തകർക്കാനാണ് NSS നിൽക്കുന്നത്, അതുകൊണ്ട് അവരുടെ കൂടെ പോകരുത്. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഏകദേശം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ മുന്നോക്ക സംവരണം ഒക്കെ വന്നു കഴിഞ്ഞപ്പം ആ വിഷയങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലാതായിരിക്കുന്നു. എല്ലാവർക്കൊക്കെ എന്തൊക്കെയൊക്കെ വിധങ്ങൾ കിട്ടുന്നുണ്ട്. 10% മുന്നോക്കാർ കിട്ടുന്നുണ്ട്. ഇതിൽ അല്പം കൂടെ കൂടുതലായിരിക്കും പിന്നെ SNDPക്കും അല്ലെങ്കിൽ ഈഴവർക്കോ കിട്ടുന്നത്. പക്ഷേ അതിലൊന്നും വലിയ പ്രശ്നമില്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കാണെങ്കിൽ OBC സംവരണങ്ങളും അതും ഇതൊക്കെ വന്ന് അവരുമൊക്കെ ഏകദേശം സംവരണം ഒരു വലിയ വിഷയമല്ലാതായി തീർന്നിട്ടുണ്ട്. എല്ലാവർക്കൊക്കെ അല്പമൊക്കെ കിട്ടുന്ന വിധത്തിൽ സ്ട്രക്ചർ ശരിയായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഈ ഐക്യത്തിന് വിഘാതമായി നിൽക്കാൻ വേറൊരു കാര്യമില്ല. എന്തിനാ SNDP NSS തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിന് തകർക്കേണ്ട കാര്യം? തകർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്.